Hello everyone, welcome back to my channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസിഷൻ തിയറി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിസിഷൻ തിയറിയുടെ ഡെഫിനിഷൻ, കമ്പോണൻസ് ഓഫ് എ ഡിസിഷൻ പ്രോബ്ലം, ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. ഈ 3 കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, choosing the best alternative when a number of alternatives exist. നമുക്കൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മാനേജറിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ ഒരു മേജർ പാർട്ട് വഹിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. നമ്മളെടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതേസമയം റോങ് ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് ആയിരിക്കും, അതായത് ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും ബിസിനസ്സിന് ഉണ്ടാക്കുക. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും ഒരു ചാലഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത് അൺസർട്ടണിറ്റിയാണ്. നമുക്ക് അറിയില്ല നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ് ആയിരിക്കുമോ റോങ് ആയി പോകുമോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്കാണ് അൺസർട്ടണിറ്റി എന്ന് പറയുന്നത്. ഈ അൺസർട്ടണിറ്റിയാണ് മെയിനായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ അൺസർട്ടണിറ്റി ഉള്ള സമയത്ത് ഒരു ഡിസിഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി. Statistical decision theory is used for solving decision problems where uncertainty plays a crucial role. അപ്പം അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ഡിസിഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി എങ്ങനെയാണ് ഒരു ഡിസിഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ട്രൈ ടു മിനിമൈസ് ദ ഡിഗ്രി ടു വിച്ച് ദ പേഴ്സൺ ഇസ് ലൈക്ലി ടു റിഗ്രറ്റ് ദി ഡെസിഷൻ. ഒരു ഡിസിഷൻ എടുത്തതിൽ റിഗ്രറ്റ് ചെയ്യാൻ, അതായത് റിഗ്രറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതൊരു റോങ് ഡിസിഷൻ ആകുമ്പോഴാണ്. അപ്പം അത്തരത്തിലൊരു റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് തരിക എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആകാനുള്ള സാധ്യത കൂട്ടുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ഡിസിഷൻ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. Now, second topic, components of a decision problem. ഒരു ഡിസിഷൻ പ്രോബ്ലത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ആക്ട്സ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് ആക്ഷൻ. എന്താണിത്? ഡിഫറെൻറ്റ് പോസിബിൾ സ്ട്രാറ്റജീസ് ദാറ്റ് ദ ഡിസിഷൻ മേക്കർ ക്യാൻ ചൂസ്. ഡിസിഷൻ മേക്കറിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ്. അതായത് ഇപ്പം ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടെന്ന് വയ്ക്കാം. ആ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ആ ഓപ്ഷൻസിനെയാണ് ഈ പറയുന്ന ആഡ്സ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതായത് ദ പ്രോബ്ലം ഈസ് ടു ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ ടാസ്ക് എന്താണ്? നമുക്കുള്ള ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡെസിഷൻ മേക്കർ. ഇപ്പോൾ ഡിസിഷൻ മേക്കറിന്റെ കൺട്രോളിലുള്ള കാര്യമാണ് ഈ പറയുന്ന ആഡ്സ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെയാണ് ആഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇവന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ.
ഇതെന്ന് പറയുന്ന ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആണ് ആൻഡ് ഇറ്റ് എഫക്ട്സ് ദ ഡിസിഷൻ റിസൾട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിസിഷൻ മേക്കർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആക്ട്സ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആക്ട് കൊണ്ടുണ്ടാവുന്ന ഫ്യൂച്ചർ ഇവൻറ്റ്സിനെയാണ് ഈ പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഡിസിഷന്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അത് നമ്മുടെ കൺട്രോളിലുമല്ല, ഡിസിഷൻ മേക്കറിന്റെ കൺട്രോളിലുള്ള കാര്യമില്ല. നമുക്ക് ആക്ട് സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ആക്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അത് നമ്മുടെ കൺട്രോളിലാണ്. ആക്ട് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇവന്റ്, ഫ്യൂച്ചർ ഇവന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അത് നമ്മുടെ ഡിസിഷന്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നും ആണ്. ഓക്കെ, നൗ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഔട്ട്കംസ് ആണ്. When the decision maker selects a particular act under a particular state of nature, the result obtained is called outcome or consequence. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കർ ഒരു പർട്ടിക്കുലർ ആക്ട് സെലക്ട് ചെയ്തു അണ്ടർ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഒരു ഡിസിഷൻ അയാൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അയാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസൾട്ടിനെയാണ് ഔട്ട്കം അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഡെസിഷൻ എടുത്തതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഫോർത്ത് കമ്പോണന്റ് എന്ന് പറയുന്നത് പേ ഓഫ്. പേ ഓഫ് എന്താണ്? ഔട്ട്കം ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. ഈ പറയുന്ന ഔട്ട്കമ്മിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ, അതായത് മെഷറബിൾ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ മോണിറ്ററി ഗെയിൻ ഓർ ലോസ്. മോണിറ്ററി ഗെയിനും ആവാം ലോസും ആകാം ഈ പറയുന്ന പേ ഓഫ്. ഓക്കെ, നൗ നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ്. ഇതെന്ന് പറയുന്നത് ലോസ് ഇൻകേർഡ് ബിക്കോസ് ഓഫ് ദ ഫെയിലിയർ ടു ടേക്ക് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നല്ലതല്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ റോങ് ആയിപ്പോയി, അതുകൊണ്ട് അവിടെ ഉണ്ടായ ആ ഒരു ലോസിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയതിൽ അവിടെ ഉണ്ടാകുന്ന ലോസ് ആണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയും. സോ ഇങ്ങനെയുള്ള ഈ 5 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് ഒരു ഡിസിഷൻ പ്രോബ്ലത്തിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്കിനി തേർഡ് ടോപ്പിക്കിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് 3 തരത്തിലാണുള്ളത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അതിൽ ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കർ നോസ് ഫോർ ഷുവർ ദി ഔട്ട്കം ഓർ കോൺസിക്വൻസ് ഓഫ് എവറി ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്. ഇതിനകത്ത് ഡിസിഷൻ മേക്കറിന് ഷുവർ ആയിട്ടും അറിയാം, എല്ലാം സർട്ടൻ ടേംസിൽ അറിയാം. അതായത് ഇന്ന ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്താൽ ഇന്ന ഔട്ട്കം ആണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇന്നൊരു കോൺസിക്വൻസ് ആണ് ആ ഒരു റിസൾട്ടായിട്ട് അവിടെ ഉണ്ടാവുക എന്നിങ്ങനെ എല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന കേസസിനെയാണ് ഡിസിഷൻ അണ്ടർ സർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ചാലഞ്ചസ് ഒന്നുമില്ല. ഡിസിഷൻ മേക്കറിന് ആകെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് മാത്രമാണ് ഉള്ളത്. ഹി നീഡ്സ് ടു ചൂസ് ദി ഓൾട്ടർനേറ്റീവ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം. ഓക്കെ, സോ ഡിസിഷൻ മേക്കറിന് എല്ലാ കോൺസിക്വൻസും അറിയാം. ഇന്ന ആക്ട് സെലക്ട് ചെയ്താൽ ഇന്ന ഔട്ട്കം ആയിരിക്കും ഉണ്ടാകുന്നത്, അപ്പോൾ ഇന്ന ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാം. അപ്പോൾ ഡിസിഷൻ മേക്കറിന് പിന്നെ അതിനകത്ത് ചാലഞ്ചസ് ഒന്നുമില്ല, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. Decision maker has no information at all about various outcomes or states of nature. Decision makerനകത്ത് ഒരു ഐഡിയയും ഇല്ല എന്താകും, ഇന്ന ഒരു ആക്ട് സെലക്ട് ചെയ്താൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ആ ഔട്ട്കം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എന്താണ്, ഒരു കാര്യവും അറിയാൻ പാടില്ല. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനെയാണ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. And he cannot list the possible outcomes and assign probabilities to the outcomes. പോസിബിൾ ഔട്ട്കംസ് എന്തായിരിക്കുമെന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല,
അതുണ്ടാകാനുള്ള പ്രോബബിലിറ്റീസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതെല്ലാമാണ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ടു മാർക്കറ്റ്. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക്ഔട്ട് ആകുമോ, അതിനൊരു മാർക്കറ്റ് അവിടെ കിട്ടുമോ, ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അൺസർട്ടൺ ആണ് അല്ലേ. സോ അതും ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയുടെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയുടെ കോൺസെപ്റ്റ്. ഈ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയിൽ നമുക്ക് 5 ടൈപ്പ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് 5 ക്രൈറ്റീരിയാസ്. ഈ 5 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോസിലായിരിക്കും ഞാൻ പ്രോബ്ലം സോൾവിംഗ് സെഷൻസ് കാണിക്കാം. ഓക്കെ, സോ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയിൽ വരുന്ന ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇസ് ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം. അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, മാക്സിമാക്സ് ആൻഡ് മിനിമിൻ. സെക്കൻഡ് വൺ ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാൾഡിയൻ ക്രൈറ്റീരിയൻ. അതിലും 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, മാക്സിമിൻ ആൻഡ് മിനിമാക്സ്. തേർഡ് വൺ ഇസ് മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ. Fourth one is Laplace criterion. It is also called equally likelihood or Bayes criterion. Fifth one is Hurwick's criteria, also called criterion of realism. 2 type of problems ഉണ്ട്, maximization and minimization. So ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോസിൽ സോൾവ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, now third type is decision making under risk. ഇവിടെയെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കർ ഹാസ് സം നോളജ് റിഗാർഡിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ഔട്ട്കം ഓർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഇവിടെ ഡിസിഷൻ മേക്കറിന് ചെറിയൊരു ഐഡിയ ഉണ്ട് എന്തൊക്കെ ഔട്ട്കംസ് ആയിരിക്കും, ഒരു ആക്ട് സെലക്ട് ചെയ്താൽ എന്ത് ഔട്ട്കം ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ആൻഡ് അത് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഐഡിയ ഇതിനകത്ത് ഉണ്ട്. ആൻഡ് ഹി ക്യാൻ ലിസ്റ്റ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ആൻഡ് അസൈൻ പ്രോബബിലിറ്റീസ് ടു ദി ഔട്ട്കംസ്. ഇപ്പോൾ ഒരു ആക്ട് സെലക്ട് ചെയ്താൽ അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാനും പറ്റും. ആ ഔട്ട്കംസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റീസും ഇവിടെ ഡിസിഷൻ മേക്കറിന് പറയാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ EMV ആൻഡ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് EOL. ഈ 2 ടൈപ്പാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ഉള്ളത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നതും ഈ 2 ടൈപ്പിലാണ്. സോ ഇത്രയുമാണ് ഡിസിഷൻ തിയറിയുടെ ഒരു ബേസിക് തിയററ്റിക്കൽ കോൺസെപ്റ്റ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ടൈപ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.